എല്ലാവർക്കും സലാം, അതായത് സമാധാനം ഉണ്ടാവട്ടെ എന്ന്. ഞാനിന്ന് പറമ്പിൽ പണിക്കാരൊപ്പം പോയപ്പോൾ നല്ല കുടക്കുന്നു, അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നു. അത് ഈ മഴക്കാലമാകുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇതിൻ്റെ ഉണക്കലും ചൂടാക്കലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാനതൊക്കെ പെറുക്കി കൊടുന്നു. എൻ്റെ മോനും പോയിട്ട് പെറുക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ കഴുകി നല്ല വാര വെച്ച് വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം. ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എത്ര ഉണ്ടെങ്കിലും കഴുകി അതിൻ്റെ ഉള്ളിലത്തെ കുരുവും അതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ നീളാക്കി കട്ട് ചെയ്യാം. നീളാക്കി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നല്ലൊരു നല്ല എയർ ടൈറ്റ് പാത്രത്തിലാക്കി വെക്കുക. ഫ്രിഡ്ജിൽ നന്നാക്കി സൂക്ഷിച്ച് വെച്ചാൽ കുറേശ്ശെ അതിന് ഓരോ കഷ്ണം എടുത്താൽ മതി. ഒരു കറിയിലേക്ക് ഓരോ കഷ്ണം 2 കഷ്ണം പുളിക്കനുസരിച്ചൊക്കെ എടുത്ത് അതൊന്നണ്ട് തിളപ്പിക്കാം. അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ മുളകും മല്ലിയൊക്കെ ഇട്ട് കറി തിളപ്പിക്കുമ്പോൾ ഈ തിളപ്പിച്ച കുടപ്പുളി ഉണ്ടല്ലോ, അത് നല്ലോണം ഇങ്ങനെ കൈയേറ്റ് ഞെരടിയിട്ട് അതിലിടുക. പുളിക്ക് പകരം ഇതിടാം. ഇത് ശരീരത്തിന് നല്ലതാണ്. പിന്നെ മരപ്പുളിനെക്കാട്ടി നല്ലത് ഈ പുളിയാണെന്നാണ് പറഞ്ഞത്, കുടപ്പുളി. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. ഈ മഴക്കാലമായതുകൊണ്ട് ഇത് ഉണക്കാനും പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ നമ്മളെ അമ്മമാരൊക്കെ കുടപ്പുളി കിട്ടിയാൽ സാധാ കത്തിക്കുന്ന അടുപ്പിൻ്റെ അവിടെ അട്ടം കെട്ടിയിട്ട് അവിടെ ഇട്ടിട്ടാണ് ഉണക്കുക. ഇപ്പോൾ സാധാ അടുപ്പും ഇല്ല, അമ്മൂമ്മമാരും ഇല്ല. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം കണ്ടുപിടിക്കുക രക്ഷമുള്ളൂ. ഇങ്ങനെ ആക്കിയാൽ ഇതിന് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ എല്ലാ കറിയിലും ഒന്നാണ്ട് തിളപ്പിച്ചതിന് ശേഷം ഊറ്റിയിട്ട് അത് കറിയിലാണ്ടിട്ടാൽ ആ ചുവയുണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ട് ഉണക്കമുളക് ചുട്ട് ചെറിയ കൊച്ചുള്ളിയും കൂട്ടി നല്ല ചമ്മന്തി ഉണ്ടാക്കാം. ഇതൊന്ന് അടുപ്പിലിട്ട് ചുടുക, എന്നിട്ട് മുളകും ചുട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കണ്ടോ, ഒരുപാട് കുടപ്പുളി ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല ടപ്പർവെയറിൻ്റെ പാത്രത്തിലൊക്കെ ആക്കി എയർ ടൈറ്റുള്ള പാത്രത്തിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉപയോഗിക്കാം. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.